ജോസ് ഉണ്ടോ? ജോസ് ജോസ് എല്ലാം കൂട്ട് ഇറങ്ങി. ഞാൻ ഡ്യൂട്ടിയിലാണ്. എടാ എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ. കൺഗ്രാറ്റുലേഷൻ. എനിക്കിപ്പോ വേണ്ട. വേണ്ടേ? വേണ്ട. വേണ്ടാന്നോ? വേണ്ട മാഡം, ഒന്ന് ഡിവിഷണൽ ഓഫീസിലേക്ക് വിളിച്ച് എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ട്രാൻസ്ഫർ ഒന്ന് ക്യാൻസൽ ചെയ്തതാ. അല്ലെങ്കിൽ ഞാൻ നാളെ പോത്തന്നൂർ പോയി ജോയിൻ ചെയ്യണം. വാട്ട് ഈസ് റോങ് വിത്ത് യു? ഇവിടെ മടുത്തു. നാട്ടിലോ നാട്ടിന്റെ അടുത്ത് എവിടെയെങ്കിലോ എങ്ങനെയെങ്കിലും ഒരു ട്രാൻസ്ഫർ ഒപ്പിച്ചേരണമെന്ന് ഗിരി തന്നെ എന്റെ കാല് പിടിച്ചതുകൊണ്ടല്ലേ അന്ന് ഞാൻ സൂപ്പറിനെ വിളിച്ചു പറഞ്ഞത്. ഇനിയിപ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ വേണ്ട. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയാൽ ശരിയാവില്ല. പ്രേമം ഇടയ്ക്ക് വെച്ച് മുറിയും അല്ലേ? ട്രാൻസ്ഫർ ഇനിയും കിട്ടും. പക്ഷെ പ്രേമം ഇപ്പൊ ഇവിടുന്ന് പോവാൻ മനസ്സ് വരുന്നില്ല മാഡം. ഒന്ന് സൂപ്രണ്ടിനെ വിളിച്ചേ. പക്ഷെ ഞാൻ അയാളോട് എന്താ പറയാ? എന്തെങ്കിലും പറയേ. ഒന്നുമില്ലെങ്കിലും മാഡത്തിന് പറക്കാതെ പോയ മകനല്ലേ ഞാൻ. പണ്ട് മഹാരാജ് കോളേജിൽ വെച്ച് എന്റെ അച്ഛനും മാഡവും തമ്മിൽ കത്ത് കൊടുത്ത കാര്യം. പറഞ്ഞു പറഞ്ഞു ഒരുമാതിരി. എന്താ ഇപ്പൊ പെട്ടെന്ന് ട്രാൻസ്ഫർ വേണ്ടാന്ന് തോന്നാൻ കാരണം? നാടിനടുത്ത് കിട്ടിയിട്ട് ഇനി പുതിയൊരു സ്ഥലത്ത് പുതിയ ചുറ്റുപാടില് അവിടെ ചെന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം. ഇവിടെ ആവുമ്പോ പവിയേട്ടനുണ്ട്, ഉമേച്ചിയുണ്ട്, കുമ്മാട്ടിയുണ്ട്, ജോസ് ഉണ്ട്. അതെന്താ മീനാക്ഷിയുടെ പേര് പറയാത്ത നീ? മീനാക്ഷി ഉണ്ട്, ഉണ്ടല്ലോ. ഇറങ്ങടാ അങ്ങോട്ട്. എടാ ഇറങ്ങാൻ. നിന്റെ മുഖത്തെന്താ ഒരു ചളിപ്പ്? മുഖത്ത് നോക്കടാ. എവിടം വരെ? എന്ത് പ്രേമം? ജോസ് പോലും പറഞ്ഞോ? എടാ നിന്റെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം എന്നോടല്ലടാ പറയേണ്ടത്, അല്ലേന്ന്? അവളെനിക്ക് കെട്ടിച്ചേരും പോയിട്ടാ. ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അതിനു മുമ്പ്. ഇപ്പൊ വല്ലാതെ ഡീപ്പായി പോയി. അവള് സമ്മതിച്ചു? ഇല്ല, ഞാനൊന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. എടാ ഇനിയിപ്പൊ ചോദിക്കുമ്പോൾ നോന്ന് പറഞ്ഞാലോ? അങ്ങനെ പറയൂ. പവിയേട്ടനും ഉമേച്ച് സംസാരിച്ചാൽ മതി. അപ്പോഴും പ്രശ്നം തീരുന്നില്ലല്ലോ. ആ അരക്കെടുക്കൻ അഖിലേന്ദ്രനെ എങ്ങനെ സൂപ്പാക്കും? അവനാണെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു വിചിത്ര ജീവിയാ. അവനിനി വരുമോ? വന്നാൽ തന്നെ നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലേ? അല്ലെങ്കിൽ തന്നെ അഖിലേന്ദ്രനെ പോലെയാണോ ഞാൻ? അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അവന്റെ മനസ്സിൽ അങ്ങനൊരു മോഹമുണ്ടെന്ന് ഞാൻ വെറുതെ ഊഹിച്ചത്. പെട്ടെന്ന് എന്റെ ചോദ്യം കേൾക്കുമ്പോ അവനൊന്ന് പരുങ്ങുമെന്ന് വിചാരിച്ചു. എങ്കിൽ പിന്നെ അവനെ കടുക് വറുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കാമെന്നും കരുതി. പക്ഷേ അവൻ എന്നെ കടത്തി വെട്ടി. എന്റെ കൈ പിടിച്ച് അവളെ എനിക്ക് കെട്ടിച്ചൊരു പവിയേട്ടാന്നൊരു മറു ചോദ്യം. അത് ഞാൻ വീണു. ഒന്നോർത്താൽ ഒക്കെ ഒരു നിമിത്തം. എന്തുകൊണ്ടും അഖിലേന്ദ്രനേക്കാൾ 1000 വട്ടം ഭേദമാണ് ഗിരി. ഒക്കെ ശരി, പക്ഷെ നമ്മളെങ്ങനെ തീരുമാനം എടുക്ക? മീനാക്ഷിയുടെ ഇഷ്ടം അറിയില്ലല്ലോ. ഇയാൾ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് അവർക്ക് ആലോചിക്കാൻ സമയം കൊടുക്കും. ഇപ്പൊ ഇഷ്ടമല്ലെങ്കിൽ തന്നെ മെല്ലെ അവർക്ക് ഇഷ്ടമായിക്കോളും. അപ്പോഴും അഖിലചന്ദ്രൻ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പും അവളോട് പറഞ്ഞു അവന്റെ കാര്യം. അതാ ഞാൻ പറഞ്ഞത്, ഇയാളുടെ അച്ഛനൊരു ദുഷ്ടനാണ്, അല്ലെങ്കിൽ മരമണ്ടൻ. കടപ്പാട്, ബാധ്യത എന്നൊക്കെ പറഞ്ഞ് ആ ചെറുക്കനെ ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുക. കൈതമുള്ളു പോലെ അവൻ. അങ്ങോട്ടും പിടിക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും പിടിക്കാൻ പറ്റില്ല. എന്നിട്ട് ആ മുള്ളെടുത്ത് മോളുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു അച്ഛൻ. ഇപ്പൊ അച്ഛൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആ മുള്ളു വലിച്ചെറിഞ്ഞ് കളയാന്ന് പറ മീനാക്ഷി. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് മീനാക്ഷിയെ രക്ഷിക്കാൻ ദൈവം തോന്നിപ്പിച്ചതാവും ഗിരിയെ കൊണ്ട്. ഇയാൾ അവളോടൊന്ന് സംസാരിക്കും. വൈകിയോ? ഇനി 12:30 ഉള്ളൂ ട്രെയിൻ. ഫോണില്ല. ഗിരിക്കനോട് പ്രേമമാണോ ശരിക്കും? പവിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? പവിയേട്ടനോട് പറയുന്നതിന് പകരം നേരിട്ട് എന്നോട് പറയായിരുന്നു. കാത്തിരുന്ന് ട്രാൻസ്ഫർ കിട്ടിയപ്പോ വേണ്ടാന്ന് വെച്ചു. എനിക്ക് വേണ്ടി അല്ലേ? എന്തിന്? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സൂചന ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ തോന്നിയത്?
അറ്റ്ലീസ്റ്റ് പവിയേട്ടനും ഉമേച്ചിയും അങ്ങനെയൊന്നും കരുതേണ്ടിയിരുന്നില്ല. ഗിരി സാറേ, സാർ, ഒരു ക്യാബിൻ മാൻ മരിച്ചാൽ റെയിൽവേ സ്റ്റേഷൻ അവധി കൊടുക്കുവോ? എങ്കിലും എല്ലാവർക്കും അവധി കൊടുക്കും സാർ. ഇന്ന് ഉറപ്പായിട്ട് ഞാൻ ഏതെങ്കിലും ട്രെയിനിന് മുമ്പ് ചാടും. എനിക്ക് മടുത്തു സാർ. ഉമേച്ചിയുടെ അനിയത്തിയല്ലേ? സാറിന്റെ മീനാക്ഷി നല്ല മോള്. പ്രേമിച്ചോ? ആരും ആരെയും പ്രേമിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ പ്രേമിച്ച് ഒടുക്ക സാറിനെ കൊണ്ട് കിഡ്നി കൊടുപ്പിച്ച് അതിന്റെ കാശും വാങ്ങി വേറൊരുത്തന്റെ കൂടെ വെങ്ങാരം പോ. സാറ് പറഞ്ഞാ ഞാൻ പോവും. സാറ് പറഞ്ഞാ ഞാൻ പോവും. ഇനി ആരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടോ ഇവിടെ? ഛേ, ഗിരി ഇത്ര സില്ലിയാണെന്ന് ഞാൻ കരുതിയില്ല. മതി, എല്ലാരോടും പറഞ്ഞു ഞാൻ. എനിക്കിഷ്ടം തോന്നിയപ്പോ എല്ലാരോടും പറഞ്ഞു. എന്നോട് ചോദിച്ചില്ലേ എന്തിനാ അങ്ങനെയൊക്കെ തോന്നിയെന്ന്? തോന്നി, അങ്ങനെ തോന്നി. ഇതുവരെ ഒരു പെൺകുട്ടിയോടും തോന്നാത്തത് എപ്പോഴോ മനസ്സിൽ തോന്നി. ഇങ്ങോട്ടില്ലെങ്കിലും ഇനി ആ തോന്നലുകളൊക്കെ വേണ്ടാന്ന് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നെങ്കിലേ ഐ എം സോറി. కృష్ణుడి బండి వచ్చిందా ఎన్నిసారి అడుగుతారు? వస్తే చెప్తాను. ఇర్రెస్పాన్సిబిలిటీ. ഉമേച്ചി പറഞ്ഞു എന്നോട് ആലോചിക്കാൻ, ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ. എന്താ തീരുമാനിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമാണ് ഗിരിയെ കാണുന്നത് ഇഷ്ടമാണ്, ഗിരിയോട് സംസാരിക്കുന്നത് ഇഷ്ടമാണ്, ഗിരിയുടെ പാട്ട് ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും ഗിരി ആഗ്രഹിക്കുന്ന രീതിയിലല്ല. നമുക്കിതും ഒരു തമാശയാക്കല്ലേ, ഗിരിയുടെ തോന്നലും ഞാൻ ഈ ചൂടായതും ഒക്കെ. ഇല്ലെങ്കിൽ എനിക്കിനി ഗിരിയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, ഗിരിക്ക് എന്നെയും. വേണ്ട. നാറി, ആകെ നാറി. ഹോ, നേരിട്ട് ചെന്ന് പ്രേമാഭ്യർത്ഥന നടത്തി കഴിഞ്ഞാൽ ചളമാവൂല്ലോ എന്ന് ഓർത്ത് പേടിച്ച പ്രോപ്പർ ചാനലിലൂടെ ചേട്ടനും ചേച്ചിയും വഴി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇതിപ്പോ അതിനേക്കാ ചളമായി. ഹോ, അവളുടെ മുമ്പിൽ ഞാനൊരു തേർഡ് റേറ്റ് റോമിയോ ആയില്ലടാ. ప్రియమైన స్నేహితుడు, ఒక అమ్మాయితో నేను నిన్ను ప్రేమిస్తున్నాను చెప్పడం చాలా ఈజీ, కానీ ఆ అమ్మాయిని మన వైపు తిప్పుకోవటం చాలా కష్టం అండి. నిజ చెప్తే మీరు నమ్మరుండి. സോറി, ഞാൻ വെള്ളം അടിച്ചാൽ എനിക്ക് തെലുങ്കേ വരൂ. വെള്ളം അടിച്ചാൽ മലയാളത്തിലെ വേറൊരു ഭാഷ എന്റെ വായിലും വരും. അതിലും കുറെ ഇന്ത്യയൊക്കെ വരും. നിനക്ക് കേൾക്കണോ? അയ്യേ വേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് ഈ ലൈൻ ക്ലിയർ ആയിട്ട് സിഗ്നൽ വീണ് കിടക്കുന്ന ട്രാക്കിലെ വണ്ടി കൊണ്ടുവന്ന് നിർത്താവും. ഇതിപ്പോ 110 കമ്പാർട്ട്മെന്റ് ഉള്ള ഗുഡ്സ് ട്രെയിൻ ക്രോസിംഗിന് കിടക്കല്ലേ. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാവണമെങ്കിൽ അല്പ ബുദ്ധി വേണം. അത് പണ്ടേ ഇല്ലല്ലോ. മീര് സ്റ്റുഡന്റ്. എടാ, സംഗതി അഖിലേന്ദ്രൻ പിണങ്ങിപ്പോയെങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് അവൻ പോയിട്ടില്ല. ആദ്യം അവനെ മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞ് നന്നായി സോപ്പിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം നിന്നെ അവിടെ പിടിച്ചിരുത്താൻ. അതിന് കുറച്ച് സമയം എടുക്കും. എടുത്തോട്ടെ, സമയം എത്ര വേണമെങ്കിലും എടുത്തോട്ടെ, ഞാൻ കാത്തിരിക്കാന്ന്. അല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളെ തന്നെ വേണോ? ഇവിടെ എത്രയോ നല്ല തെലുങ്കത്തി പെണ്ണുങ്ങളുണ്ട്, നല്ല മണിയായിട്ട് തെലുങ്ക് സംസാരിക്കുന്നവര്. വേറെ ഒരു പെണ്ണിനെ വേണ്ട എനിക്ക് അവളെ തന്നെ വേണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ വാ അവിടെ. എക്കടെ തീസ്കൊണ്ടേ ഇന്ന് നിന്നെ ഞാൻ കൊല്ലണ്ടി. അവിടെ റാം റാം ഗോപാൽജി. നീ എങ്ങോട്ടേക്കാ? ഞാൻ കൂടെ വരാം. ഇത് ഓഫീസേഴ്സ് ക്ലബ്ബാ, മാന്യന്മാർക്ക് മാത്രമുള്ളതാ. അയ്യോ, എന്നാ ഞാൻ ഇവിടെ വന്നോളാം. ലേശഞ്ഞു കൊണ്ടുപോവാ. തടുപ്പത്ത് അടിച്ച് പെരുപ്പ് മുഴുവൻ പോയി. ഓഫീസേഴ്സ് ക്ലബ്ബാ, മാറ്റി വെച്ചോ. പവിത്രൻ സാബ് കോ ദേഖ്നെ. വാ. എന്താ എന്താ ഇത്? കാര്യമുണ്ട്, വാ. കാര്യം എന്താണെന്ന് പറ. പറയാന്ന് പറഞ്ഞില്ലേ പവിട്ടൻ? വാ. ഓഫീസേഴ്സ് ക്ലബ് ആൻഡ് മേജർ. I am also a major, but only in railway station. പവിട്ടൻ വണ്ടി കയറി. ഐ ആം എ മേജർ TTO സൗത്ത് ഇന്ത്യ. ഇതിലെന്താ പോന്നേ? എന്റെ ജീപ്പി പോവാം. ഒരു 100 പിടിച്ചിട്ട് ഇതിനകത്ത് കയറിയ ഫ്ലൈറ്റ് കയറുന്നവരായിരിക്കും. കേറും പവിട്ടാ. പറഞ്ഞത്. ഗുഡ് ഈവനിങ് സർ. സല്യൂട്ട്. കളിക്കല്ലേ? പുതിയ ടയറാ. ധൈര്യമായിരിക്കെ. എന്ത് ഭ്രാന്തയാ കളിക്കുന്നത്? കാര്യമുണ്ട് ചേട്ടാ. വാ. ഇരിക്ക. ചേടാ കൊടുക്ക്. റെഡി.
ഞാൻ നേരത്തെ മിക്സ് ചെയ്തതാ. ഞാൻ ക്ലബിൽ നിന്ന് കഴിച്ചാണെന്ന്. അത് സ്കോച്ച്, ഇത് നാടൻ കൃഷ്ണകുടി. പിടി. ആ ദേ, എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് ആ ക്ലബിൽ പോയിരുന്ന ചീട്ട് കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങൾ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? ആ യശഞ്ഞെന്നേ പിടി. ഇനി ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആകെ കൊളാക്കിയില്ലേ? 6 അടി ഉയരത്തിലുള്ള ഒരു ഒത്ത പുരുഷനാണ് ഞാൻ. എനിക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമില്ലേ? ഗാംഭീര്യമില്ലേ? ഉണ്ടല്ലോ. ഏ, നാട്ടിലേക്ക് കിട്ടിയ ട്രാൻസ്ഫർ പോലും വേണ്ടാന്ന് വെച്ചവനാണ് ഞാൻ. ഹലോ, ഇവിടെ നോക്കി. എന്നിട്ട് നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി എന്താ പറഞ്ഞത്? എന്നെ കാണുന്നത് ഇഷ്ടമാ, എന്റെ സംസാരം ഇഷ്ടമാ, എന്റെ പാട്ട് ഇഷ്ടമാ, പക്ഷെ എന്നെ മാത്രം ഇഷ്ടമല്ല. അത് എവിടുത്തെ ന്യായമെന്ന് പറഞ്ഞു പറ. 110 കമ്പാർട്ട്മെന്റുള്ള ഗുഡ്സ് ട്രെയിൻ ക്രോസിംഗിന് കിടക്കുമ്പോ പഴികാരൂ പാവിയേട്ടാ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അവന് വട്ടാണെന്ന്? അങ്ങനെ ഒരു വട്ടന് വേണ്ടി മീനാക്ഷി അവളുടെ ജീവിതം നശിപ്പിക്കണോ? ദേ, നിങ്ങൾ അവളുടെ ഒരേ ഒരു ചേച്ചിയുടെ ഒരേ ഒരു ഭർത്താവല്ലേ? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഒരു പാവം പെണ്ണിന്റെ ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളുടെ ആരും അല്ലെങ്കിലും. പവിയേട്ടാ, നിക്ക് മുഴുവൻ ഒറ്റയടിക്കങ്ങ് പറഞ്ഞാൽ ദഹിക്കുകയല്ല. ദൂരദർശന്റെ ന്യൂസ് പോലെ ഇനി ഒരിടവേളയ്ക്ക് ശേഷം. എന്റെ കയ്യിൽ ലൈസൻസ് ഉള്ളൊരു തോക്കുണ്ട്. അന്ന് നക്സലൈറ്റുകാരുടെ അറ്റാക്ക് ഉണ്ടായപ്പോ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് തന്നതാ. നമുക്ക് പോയി അവനെ തട്ടിക്കളഞ്ഞാലോ? അഡ്രസ് തരാം, നീ ഒറ്റയ്ക്ക് വെക്കുന്നിട്ടോ? അല്ലെങ്കിൽ വേണ്ട, അവൻ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. പക്ഷെ എത്ര നാള്? ഒരു കണക്ക് വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഒരു 3 മാസം, അല്ലെങ്കിൽ പോട്ടെ മാക്സിമം ഒരു 6 മാസം. അതിനിടയ്ക്ക് എപ്പവൻ വന്നാലും എനിക്ക് വിഷമമില്ല. ഞാൻ സാക്രിഫൈസ് ചെയ്യാം, മീനാക്ഷി ഞാൻ മറന്നോളാം. പക്ഷെ 6 മാസം കഴിഞ്ഞ് അവൻ വന്നാലും ഇല്ലെങ്കിലും മീനാക്ഷി എന്നെ സ്നേഹിക്കണം. നിങ്ങൾ അവളെ എനിക്ക് കെട്ടിച്ചേരണം. സമ്മതിച്ചോ? സമ്മതിച്ചോ ചേട്ടാ, പ്ലീസ് സമ്മതിച്ചോ? ഇതെന്താ വസ്തുവിടപാടാണോ? 6 മാസത്തെ കരാറൊക്കെ എഴുതാൻ അങ്ങനെ? അല്ല ജോസേ, സംഗതി കള്ളിന്റെ പുറത്താണെങ്കിലും ഇപ്പൊ നീ പറഞ്ഞ കാര്യമുണ്ട്. ഒരു പണി, നാളെ കള്ളിറങ്ങിയിട്ട് നീ തന്നെ അവളോടങ്ങ് സംസാരിക്കേ. എന്താ ഇത്? ഇറങ്ങ്. ഞാനൊരു സ്ഥിരം മദ്യപാനിയൊന്നും അല്ല കേട്ടോ. എന്നാലും ഇന്നലെ രാത്രി കുറെ കഴിച്ചിട്ട് പവിയേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞു. കള്ളിറങ്ങുമ്പോ അതൊക്കെ മീനാക്ഷിയോട് പറയാൻ പറഞ്ഞു പവിയേട്ടൻ. അല്പം നടക്കല്ലേ? അറിയാതെ എന്റെ മനസ്സിലെങ്കിലും തോന്നലുണ്ടായിപ്പോയി. തെറ്റായിരിക്കാം. സമ്മതം ചോദിക്കാതെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഐ എം സോറി, റിയലി സോറി. ഒക്കെ ഞാൻ വേണ്ടാന്ന് വയ്ക്കാം. താൻ പറഞ്ഞ പോലെ ഒക്കെ നമുക്കൊരു തമാശയാക്കാം. പക്ഷെ അതിനു മുമ്പ് എന്റെ ഈ ചോദ്യത്തിന് മീനാക്ഷി ഉത്തരം പറയണം. ആർക്ക് വേണ്ടിയും കാത്തിരിക്കുന്നില്ല എന്ന് അന്ന് എന്നോട് പറഞ്ഞില്ലേ? സത്യത്തിൽ കാത്തിരിക്കുന്നുണ്ടോ മീനാക്ഷി? കാത്തിരിക്കുന്നു എന്ന് സ്വയം വിശ്വസിപ്പിക്കല്ലേ? അയാള് വരണമെന്ന് ശരിക്കും മീനാക്ഷി ആഗ്രഹിക്കുന്നുണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ വരുന്നത് വരെ കാത്തിരിക്കാൻ അത്രയ്ക്ക് താൻ അയാളെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛനോടുള്ള കടപ്പാട്, മരിക്കുന്നതിന് മുമ്പ് അച്ഛന് കൊടുത്ത വാക്ക്, അതിനുമപ്പുറം ആ സ്നേഹത്തിന് വല്ല അർത്ഥമുണ്ടോ? അറിയില്ല, ഒന്നും എനിക്കറിയില്ല. പിന്നെ കുട്ടിയായിരിക്കുമ്പോ പേടിയായിരുന്നു, ദേഷ്യായിരുന്നു എനിക്ക് അഖിലിനെ. അപ്പോഴൊക്കെ അച്ഛൻ പറയും, അവന് അച്ഛനും അമ്മയും ആരുമില്ല, നീ വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന്. അപ്പൊ അയാളോട് പാവം തോന്നും. പിന്നെ അച്ഛൻ പറഞ്ഞ് എപ്പോഴോ ഞാൻ അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അഖിലിന്റെ എല്ലാ എക്സെൻട്രിസിറ്റീസും പിന്നെ ഞാൻ സഹിക്കാൻ തുടങ്ങി. എങ്കിൽ പിന്നെ ഈ ഒരു പ്രാവശ്യം കൂടി തനിക്ക് അയാളോട് ക്ഷമിച്ചൂടെ? ഇല്ല, ഇറ്റ് ഈസ് ടു മച്ച്. ഞാനല്ല, അയാളാണ് എല്ലാ കുഴപ്പം ഉണ്ടാക്കിയത്. ഈ ഒരു പ്രാവശ്യം ഞാൻ ക്ഷമിച്ചാ ഇനി എന്നും അയാളുടെ മുമ്പിൽ തോക്കേണ്ടി വരും എനിക്ക്. അതായത് തൊമ്മി അഴിയൂല, ചാണ്ടിയും മുറുകൂല.
ഇനിയേ എന്റെ ചോദ്യത്തിന് തന്റെ ഉത്തരം ഞാൻ തന്നെ പറയട്ടെ. താൻ ആർക്ക് വേണ്ടിയും കാത്തിരിക്കുന്നില്ല. അയാള് വരണമെന്ന് ശരിക്കും താൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നെങ്കിലും അയാൾ വന്നാൽ തന്നെ അച്ഛന് കൊടുത്ത വാക്കിന്റെ പേരില് ഒരു കടം വീട്ടിൽ പോലെ താൻ അയാളെ സ്വീകരിച്ചേക്കും അല്ലേ? ഇനി ഞാനൊരു തമാശ പറയട്ടെ. താൻ ഇവിടെ വന്നിട്ട് 6 മാസം കഴിഞ്ഞു. ഈ 6 മാസം അകല് വരികയുണ്ടായില്ല. ഒരു 6 മാസം കൂടി ഇങ്ങനെ പോട്ടെ. എന്ന് വെച്ചാ 6 മാസം കൂടി താൻ അഖിലേന്ദ്രന് വേണ്ടി കാത്തിരിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞ ഇന്ന് ജനുവരി 10, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 10. ഇതിനിടയ്ക്ക് എപ്പാവും വന്നാലും അച്ഛന് കൊടുത്ത വാക്ക് താൻ പാലിച്ചോ? 6 മാസം തികയുന്ന ദിവസം ജൂലൈ 10 ഈ കൃഷ്ണകുടിയിൽ നിർത്തുന്ന അവസാനത്തെ ട്രെയിനിലും അയാൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അയാളെ മറന്നൂടെ? എന്നിട്ട് അന്ന് പറഞ്ഞ പോലെ എന്നെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ, എന്നോട് സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ, എന്റെ പാട്ട് ഇഷ്ടമാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടുകൂടെ? ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. കാത്തിരുന്നോളാം ഞാൻ. എന്തായി? എന്ത് തീരുമാനിച്ചു? മീനാക്ഷി മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ മീനാക്ഷി ആലോചിച്ച് ഇന്ന് തന്നെ ഒരു കത്ത് അഖിലേന്ദ്രൻ അയക്കേ. കാര്യങ്ങൾ അയാളും അറിഞ്ഞിരിക്കണമല്ലോ. ഇന്ന് തൊട്ട് അടുത്ത 6 മാസം വരെ ഞാൻ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കും. 6 മാസം തികയേണ്ട ദിവസവും താങ്കളെ പറ്റി വിവരമൊന്നുമില്ലാത്ത പക്ഷം ചേട്ടനും ചേച്ചിയും അംഗീകരിച്ച ഒരു സ്ഥലം സുന്ദരൻ ചെറുപ്പക്കാരനെ ഞാൻ വരനായി സ്വീകരിക്കുന്നതാണ്. എന്താ ഗിരി? മീനാക്ഷി, ചില ആളുകളുടെ കാര്യത്തിൽ സ്വയം തീരുമാനിക്കുന്ന പോലെയാണ് ജീവിതം. മറ്റു ചിലരുടേത് ദൈവം തീരുമാനിക്കുന്ന പോലെ. നമ്മള് സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ ദൈവം തീരുമാനിക്കുന്ന പോലെ നമുക്ക് ജീവിക്കേണ്ടി വരും. തന്റെ കാര്യം അത് ദൈവം തീരുമാനിക്കും.